അസ്സലാമു അലൈക്കും സബാഹുൽ ഖൈർ ഹൈവ സബാഹന്നൂർ. നമ്മൾ കഴിഞ്ഞ പാഠം അന വഹീദ് എന്ന ഒരു പാഠം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ല. ഒരു ഖിസ്സ സഗീറ, ഖിസ്സത്തു ഖിർദിൻ, ഒരു കുരങ്ങിൻ്റെ കഥ അല്ലേ, മനസ്സിലാക്കില്ലേ? ആ പാഠം മനസ്സിലാക്കിയാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഹിവാറാണ് നമുക്ക് അടുത്ത പേജിൽ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി. അതായത് രാഹുലും ജാബിറും അവരുടെ കൂട്ടുകാരും തമ്മിൽ നടക്കുന്ന ഒരു ഹിവാറാണ്, ഒരു ഹിവാർ സഗീർ. ഫസ്റ്റ് ഹിവാറിൽ വരുന്ന ഉത്തരങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് എന്താ വായിക്കുക? കൈഫ. എന്താ കൈഫ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. കൈഫൽ ഹാൽ എന്നൊക്കെ, എങ്ങനെയുണ്ട്, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ കൈഫ. രണ്ട് ത്വആമുൽ ഖുർദ. മാമാന ത്വആമുൽ ഖുർദ പഠിച്ചല്ലോ നിങ്ങൾ. ത്വആമുൽ ഖുർദ ഹൈവ മബ്റൂക്ക്. എന്താ ത്വആമുൽ ഖുർദ പറഞ്ഞാൽ? ഗുണമേന്മ കുറഞ്ഞ ഭക്ഷണം, അതായത് കഴിക്കാൻ പാടില്ലാത്ത, ശരീരത്തിന് ഹാനികരമാകുന്ന ഭക്ഷണം, അതാണ് ത്വആമുൽ ഖുർദ. മൂന്നാമത്തെ വാക്ക് എന്താ വായിക്കൂ? ഖിർദുൻ സ്വഗീർ. എന്താ ഖിർദു സ്വഗീർ? ഒരു ചെറിയ കുരങ്ങ് അല്ലേ, കുട്ടിക്കുരങ്ങൻ, അതിനാണ് ഖിർദ് സ്വഗീർ. നാലാമത്തത് മാത്തത്ത്. എന്താ മാമാന? മാത്തത്ത്, മാത്ത മരിച്ചു, അല്ലെങ്കിൽ മാത്തത്ത് മരിച്ചു അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ലാസ്റ്റ് ഖറാബ. ഖറാബ നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ. എന്താ ഖറാബ? ആ ഉമ്മയുടെ വയറെന്തായി? ഖറാബ, ചീത്തയായി അല്ലെങ്കിൽ കേടായി അല്ലേ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കില്ലേ? അപ്പോൾ അതിലെ ചില പദങ്ങൾ ചേർത്താൽ നമുക്ക് ഈ ഹിവാർ എന്ത് ചെയ്യാം? പൂർത്തിയാക്കാം. ഒന്ന് വായിക്കല്ലേ നമുക്ക്. ഒന്നാമത്തെ അൽ അസ്തിഖാ. രാഹുലിൻ്റെയും ജാബിറിൻ്റെയും അസ്തിഖാ, കൂട്ടുകാർ പറയാണ്, അവർ ചോദിക്കുകയാണ് രാഹുലിനോടും ജാബിറിനോടും എന്ത്? മാതാഹുന. അവരവിടെ ഒരു സ്ഥലത്ത്, ജാബിറും രാഹുലും ഒരു സ്ഥലത്ത് ഒരു കുരങ്ങിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കൂട്ടുകാർ ചോദിക്കുന്നത് മാതാഹുന. മാതാഹുന പറഞ്ഞാൽ മാതാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാതാ, എന്താ ഇവിടെ, എന്താ വിഷയം എന്ന് ആര് ചോദിച്ചു? അസ്തിഖായി ചോദിച്ചു. അപ്പോൾ രാഹുൽ പറയാണ്, എന്ത്? രാഹുലാണ് മറുപടി കുറയ്ക്കണം. എന്താ അവിടെ അടുത്തുള്ളത്? രാഹുൽ, എന്താണ് അവരുടെ അടുത്തുള്ളത്? രാഹുൽ, ഞങ്ങളുടെ അടുത്ത് എന്തുണ്ട്? ഖിർദുൻ സ്വഗീർ, ഒരു ചെറിയ കുരങ്ങുണ്ട്. അപ്പോൾ അത് അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ചേർക്കണം. നോക്കാം. അൽ അസ്തിഖ. അപ്പോൾ കൂട്ടുകാർ ചോദിക്കണം, ഐന ഉമ്മു, ഐന വേർ ഈസ് ഹിസ് മദർ? വേർ ഈസ് ഹിസ് മദർ? അവൻ്റെ ഉമ്മ എവിടെ? നോക്കൂ, മുകളിലത്തെ ഉത്തരത്തിന് ഏതാ യോജിക്കുക? ഉമ്മ എവിടെ? ജാബിറാണ് അതിന് ഉത്തരം പറയണത്. എന്താണ്? ഉമ്മ എവിടെ? കൈഫ ത്വആമുൽ ഖുർദ ഖിർദുൻ സ്വഗീർ മാതത് ഖറാബ. ഉമ്മക്ക് എന്ത് സംഭവിച്ചു? ജാബിറ ഉത്തരം മാതത്, ഉമ്മ മരിച്ചു. അപ്പം അസ്തിഖായിനൊരു ആകാംക്ഷ. അവർ ചോദിക്കാണ്, മരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവരെന്ത് ചോദിക്കും? മുകളിലൊരു ഉത്തരാണ്, മുകളിലത്തെ ബ്രാക്കറ്റ് എന്നുള്ളൊരു ഉത്തരാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? കൈഫ, എങ്ങനെ മരിച്ചത്? അപ്പൊ രാഹുൽ ആ മറുപടി പറഞ്ഞു, അഴ്താഹന്നാസ്, ജനങ്ങൾ ഉമ്മാക്ക് നൽകി. എന്താണ് നൽകിയത്? എന്താ നൽകിയത്? ത്വആമൽ ഖുർദ, ജനങ്ങൾ പഴകിയ ഗുണമേന്മ കുറഞ്ഞ ഭക്ഷണം ഉമ്മാക്ക് നൽകി. അപ്പൊ അസ്തിഖായി ചോദിച്ചു, സുമ്മ, പിന്നെന്ത് സംഭവിച്ചു? പിന്നെന്ത് സംഭവിച്ചു? അപ്പൊ ജാബിർ പറയാണ്, സ്വാറബത്തുനുഹ, ആ ഉമ്മയുടെ വയറെന്തായി? എന്തായി? ഖറാബ ഫമാത്തത്, ഉമ്മ എന്ത് ചെയ്തു? മരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ മുകളിലത്തെ ബോക്സിൽ നിന്നുള്ള ശരിയായ ഉത്തരം എടുത്ത് നിങ്ങൾ ആ സംഭാഷണം പൂർത്തിയാക്കി എഴുതി എനിക്ക് അയച്ചു തരണം. ഇനി കൂട്ടുകാരെ, നമുക്കൊരു പാട്ട് പാടാം, ഒരു മൻലൂമ, ഒരു കവിത. അതായത് ജാബിർ, രാഹുൽ വൽ അസ്തിഖാ അവരെല്ലാവരും മഅൽ ഖിർദ്, ആ കുട്ടിക്കുരങ്ങുമായിട്ട് ഒരുമിച്ച് ഒരു പാട്ട് പാടാണ്. നല്ല ഭക്ഷണശീലങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ട്, ഒരു ഉപദേശ രൂപത്തിലൊരു പാട്ടാണ്. പാട്ടിൻ്റെ പേരാണ് ഖുർദത്തു ഷിറാർ. എന്താ പാട്ടിൻ്റെ പേര്? ഖുർദത്തു ഷിറാർ. അത് ഞാൻ ആ പാട്ടിൻ്റെ ഒരു പാട്ട് നിങ്ങളെ കേൾപ്പിക്കാം. അതിൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പാടുക. ഓക്കെ, റെഡി അല്ലേ? خضرة الثمار تجنبوا خردة الشرار تحذروا طعمة الضرار تحسنوا
الشرار. കേട്ടില്ലേ നിങ്ങൾ പാട്ട്? നല്ല രസമുള്ള പാട്ടല്ലേ? അപ്പോൾ ഒപ്പം നിങ്ങൾ പാടിപ്പട ഈ വീഡിയോ ഒരുപാട് പ്രാവശ്യം ഈ പാട്ട് നിങ്ങൾ കേട്ട് 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 പഠിക്കുക. നല്ല രസമുള്ള പാട്ടാണ്. നമ്മ ആ പാട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു ആശയം നമുക്ക് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്? തനാവലു തനാവലു ഖുദ്റത്തസ്സിമാർ. കൂട്ടുകാരെ, നിങ്ങൾ കഴിക്കൂ. എന്ത് കഴിക്കണം? നല്ല പച്ചക്കറികൾ അല്ലെങ്കിൽ നല്ല പച്ചയായ പഴങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കഴിക്കേണ്ടത്. തജന്നബു തജന്നബു ഖുർദത ശിറാർ. ആരോഗ്യത്തിന് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗുണമേന്മ കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? തജന്നബു, നിങ്ങൾ വെടിയണം. പിന്നെ പറയണം തഹദ്ദറു തഹദ്ദറു തോമത്തല്ലിറാർ. നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്ഷണപാനീയങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളത് കഴിക്കരുത്. തഹസ്സനു തഹസ്സനു തീലത്തല്ലാമാർ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആയുസ് മുഴുവനും നല്ല ആരോഗ്യമുള്ള നല്ല കൂട്ടുകാരായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇതാണ് കവിത. അപ്പോൾ കവിത നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പാടി മനസ്സിലാക്കുക, ആസ്വദിക്കുക. നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്രവർത്തനമാണ് പേജ് നമ്പർ 37. എന്താണ്? നളിമുൽ മൻലൂമ ബിസ്തിഖ്ദാമിൽ കലിമാത്ത് വനുഅൻവിൻ. താഴെ ഒരു ബോക്സിനുള്ളിൽ 4 പദങ്ങൾ തന്നിട്ടുണ്ട്. ആ പദങ്ങൾ വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ച ആ പാട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരു പാട്ട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് അതിനൊരു ഹെഡിങ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അവിടെ ആ ബോക്സിലുള്ള പദങ്ങളൊന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തെ പദം എന്താ? തഅദ്ദബു. തഅദ്ദബു തഅദ്ദബു എന്നൊക്കെ പറയുമ്പോൾ തഅദ്ദബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അദബുള്ളവരാവുക, നിങ്ങൾ മര്യാദയുള്ളവരാവുക, നിങ്ങൾ അച്ചടക്കമുള്ളവരാവുക, നല്ല ശീലമുള്ള മക്കളാവുക. അതാണ് തഅദ്ദബു. രണ്ടാമത്തെ വാക്കെന്താ? തഅവ്വദു. തഅവ്വദു എന്ന് പറയുമ്പോൾ നിങ്ങൾ പതിവാക്കുക, ശീലിക്കുക. ശീലിക്കുക, നിങ്ങൾ പതിവാക്കുക, ജീവിതത്തിൽ ശീലിക്കുക, പതിവാക്കുക. അഖിലത്തൽ അബ്റാർ എന്ന് പറഞ്ഞാൽ നല്ല ആളുകളുടെ ഭക്ഷണശീലം അല്ലെങ്കിൽ നല്ല ആളുകളുടെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ജീവിതത്തിൽ ശീലിക്കേണ്ടത്. അതാണ് അഖിലത്തൽ അബ്റാർ, നല്ല ആളുകളുടെ ഭക്ഷണങ്ങൾ. ഫിൽ ലൈലി വന്നഹാർ എന്ന് പറഞ്ഞാൽ പകൽ. ലൈൽ എന്ന് പറയുമ്പോൾ രാത്രി, നഹാർ എന്ന് പറയുമ്പോൾ പകൽ. അപ്പോൾ ഫിൽ ലൈലി വന്നഹാർ എന്ന് പറഞ്ഞാൽ പകൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മുഴുവൻ, എല്ലാ പകലും എല്ലാ രാത്രി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മുഴുക്കെ, എല്ലാ പകലും എല്ലാ രാത്രിയും എന്ന് പറഞ്ഞ ഉദ്ദേശം ജീവിതത്തിൽ മുഴുക്കെ നിങ്ങൾ എന്തുണ്ടാവണം? അദബുള്ളവരാവണം. നല്ല ആളുകളുടെ ഭക്ഷണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശീലിക്കുകയും ചെയ്യണം. അപ്പം ഇത് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു കവിത ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. നമ്മൾ എന്ത് ചെയ്യണം? ആ തഅദ്ദബു എന്നുള്ളതും തഅവ്വദു എന്നുള്ളതും ഫസ്റ്റ് വരിയിൽ ആവർത്തിച്ച് പറയണം. ഓക്കെ, അപ്പം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കവിത? തനാവലു, കഴിഞ്ഞ പാട്ടിൽ നമ്മൾ തനാവലു തനാവലു എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്ത് പറയാം? പാടു, നിങ്ങൾ പാടു. തഅദ്ദബു തഅദ്ദബു. നിങ്ങൾ അദബുള്ളവരാവുക, മര്യാദയുള്ളവരാവുക. എപ്പോഴാണ് അദബ് മര്യാദയുള്ളവരാവേണ്ടത്? ജീവിതത്തിൽ മുഴുകെ. അപ്പം നമ്മൾ എന്ത് പറയാം? ജീവിതത്തിൽ ഫുള്ള്, നമ്മുടെ ജീവിതം മുഴുവനായിട്ട് നമ്മൾ അദബുള്ളവരാണ്. രാപ്പകൽ ഭേദമന്യേ അദബുള്ളവരാവണം. അപ്പം എന്ത് രാപ്പകൽ എന്നുള്ളതിൽ നമ്മൾ എന്താ പഠിച്ച്? അല്ലെങ്കിൽ ജീവിതത്തിൽ മുഴുകെ എന്നുള്ളതിന് ഫില്ലൈലി വന്നഹാർ. അപ്പോൾ ഒന്നാമത്തെ വരി എങ്ങനെ നമുക്ക് തഅദ്ദബു ആവർത്തിക്കാം? അപ്പം തഅദ്ദബു തഅദ്ദബു ഫില്ലൈലി വന്നഹാർ, തഅദ്ദബു തഅദ്ദബു ഫില്ലൈലി വന്നഹാർ. അപ്പോൾ ഒന്നാമത്തെ വരിയായില്ലേ? ഈ രണ്ടാമത്തെ സിമ്പിൾ ഉള്ള എന്താണ്? തഅവ്വദു തഅവ്വദു അഖിലത്തൽ അബ്റാർ, തഅവ്വദു തഅവ്വദു അഖിലത്തൽ അബ്റാർ. നല്ല ആളുകളുടെ ഭക്ഷണശീലങ്ങളെ നിങ്ങൾ പതിവാക്കുക. ഇനി ഒരു വരി നമുക്ക് കഴിഞ്ഞ കവിതയുടെ അവസാനത്തെ വരി നമുക്ക് കൂട്ടിച്ചേർക്കാം. എങ്ങനെ? തഹസ്സനു തഹസ്സനു ത്വീലത്തൽ അഅ്മാർ, തഹസ്സനു തഹസ്സനു ത്വീലത്തൽ അഅ്മാർ. അപ്പം നമ്മളൊരു മൻളൂം ഉണ്ടാക്കി. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും എഴുതി എടുക്കണം. അപ്പം എങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ആ പാട്ടും പാടാം. എങ്ങനെ? തഅദ്ദബു തഅദ്ദബു ഫിൽ ലൈലി വന്നഹാർ, തഅവ്വദു തഅവ്വദു അഖിലത്തൽ അബ്റാർ, തഹസ്സനു തഹസ്സനു ത്വീലത്തൽ അഅ്മാർ, തഹസ്സനു തഹസ്സനു ത്വീലത്തൽ അഅ്മാർ. അപ്പം നിങ്ങൾ പാട്ടുണ്ടാക്കി പഠിച്ചില്ലേ? അപ്പം നല്ല പാട്ടുണ്ടാക്കുക, നല്ല ഈണത്തിൽ പാടി ആസ്വദിക്കുക, പാടി എനിക്ക് പാടിത്തരുകയും ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് ചില ചിത്രങ്ങൾ കാണിക്കാം. നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യശീലങ്ങളാണ്. ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ആരോഗ്യശീലങ്ങളും നാം ഒഴിവാക്കേണ്ട ശീലങ്ങളും. അതിലേതാണ് ഓരോന്ന് ഏതാണ് എന്ന് നിങ്ങൾ ശരിയായ ശീലം ഏതാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ശരിയിടുക, തെറ്റായ ശീലമാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിങ്ങളൊരു തെറ്റിടുക. ഒന്നാമത്തെ ചിത്രം നോക്കൂ. ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്നു.
ആർത്തിയോടെ ചിക്കൻ എന്ത് ചെയ്യാണ് അവൻ കഴിക്കുക. ആ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അത് നമ്മളൊരു ശീലിക്കേണ്ട ഒരു നല്ല ശീലമാണോ? അല്ല. നല്ല ഒന്നായിട്ട് അത്തരം പൊരിച്ച ഭക്ഷണങ്ങൾ ഒന്നായിട്ട് നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറിന് അതെന്താകും? ഹാനികരമാണ്. അതുകൊണ്ട് ആ കുട്ടി ചെയ്യുന്ന ശീലം ശരിയാണോ തെറ്റാണോ? ഓക്കെ, അവിടെ തെറ്റിടുക. രണ്ടാമത്തെ എന്താണ്? ഒരു കുട്ടി നല്ല സോഫയിൽ അല്ലെങ്കിൽ ബെഡിൽ എന്ത് ചെയ്യാണ് കടന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കൂട്ടത്തിൽ TV കാണുകയും ചെയ്യുന്നു. നല്ല ശീലമാണോ? അല്ല, അത് നമ്മൾ ഒഴിവാക്കേണ്ട ശീലങ്ങളാണ്. എന്നാൽ അടുത്ത ചിത്രം നോക്കും. മൂന്നാമത്തത് എന്താ ചെയ്യണത്? ഒരു കുഞ്ഞുമോന് എണീറ്റ് അവൻ്റെ വീട്ടിൽ എന്ത് ചെയ്യാണ്? അവൻ എക്സസൈസ് എടുക്കുകയാണ്. രാവിലെ അവൻ എക്സസൈസ് ചെയ്യാണ്, തംറീനാത്ത്, അവൻ എക്സസൈസ് ചെയ്യാണ്. നല്ലതാണോ ചീത്തയാണോ? ജീവിതത്തിൽ പാലിക്കേണ്ട ശീലമാണോ? യെസ്, ശരി. ആ കുട്ടി നീന്തുകയാണ്. ഒരു ശാരീരിക എക്സസൈസ് ആണ് നീന്തൽ. നമ്മുടെ ശരീരത്തിലെ എല്ലാ പേശികൾക്കും ഒരു ഉന്മേഷവും ഒരു ഊർജവും നൽകുന്ന ഒരു എക്സസൈസ് ആണ്, ഒരു പരിശീലനമാണ് നീന്തൽ. ആ കുട്ടി എന്ത് ചെയ്യാണ്? നീന്തലാണ് അല്ലെ, നീന്തുക. അതെ, ഓക്കെ. നല്ല നമ്മൾ ശീലിക്കാൻ, നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു ശീലമാണത്. ലാസ്റ്റത്തതോ, ഒരു കുട്ടി ടേബിളിൽ വളരെ മര്യാദയോടുകൂടെ സാവധാനം അവൻ്റെ ഒരു ഭക്ഷണശീലത്തിൽ നല്ല രീതിയിൽ അവൻ വലത് കൈ ഉപയോഗിച്ചിട്ട് നല്ല ഭക്ഷണം നല്ല മര്യാദയോടുകൂടെ അവൻ കഴിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ശീലങ്ങളാണ്. ഇങ്ങനെ ആരോഗ്യമുള്ള മക്കളായിട്ട് നമ്മൾ വളരണം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വിടുകയും ചെയ്യണം. ആർത്തിയോടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ചിരിച്ചും കളിച്ചും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വളരെ മര്യാദയോടുകൂടെ ഒരു സ്ഥലത്ത് ഇരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതുപോലെ നീന്തുക, നടത്തം, ഓട്ടം തുടങ്ങിയ ശാരീരിക എക്സസൈസുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ ശീലിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ തഹസ്സനു തീലത്തെല്ലാഴ്മാർ, ജീവിതകാലം മുഴുവൻ നിങ്ങൾ നല്ല ആരോഗ്യമുള്ളവരാകാൻ നിങ്ങൾക്ക് കഴിയും. അതോടുകൂടെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് അൽ വഹ്ദത്തു സാനിയ തീരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. നല്ലവണ്ണം പഠിക്കുക, എഴുതിയെടുക്കുക, കാര്യങ്ങളൊക്കെ എഴുതി അയച്ചു തരികയും ചെയ്യുക. നമ്മുടെ 35-ാമത്തെ പേജിലെ സംഭാഷണം നിങ്ങൾ പൂർത്തിയാക്കുക. അതുപോലെ 36-ാമത്തെ പേജിലെ പാട്ട് പരമാവധി നോക്കി പാടി ആസ്വദിച്ച് പഠിക്കുക. 37 അതുപോലുള്ളൊരു മൻദൂമ നിങ്ങൾ രചിക്കുകയും ചെയ്യുക. അതുപോലെ ആ താഴെയുള്ള ശീലങ്ങൾ ശരിയാണെങ്കിൽ ശരി ടിക്ക് ചെയ്യുക, തെറ്റാണെങ്കിൽ തെറ്റ് അടയാളപ്പെടുത്തുകയും ചെയ്യുക. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.